മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു രീതി. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഓസ്കാറിന് പോകാൻ പറ്റുന്ന ഒരു സിനിമ. പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ നല്ല പിക്ചറാണ് അത്. ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട് പൃഥ്വിരാജ്. ബോഡി ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. നൈസ് സിനിമാറ്റോഗ്രഫി, രക്ഷയില്ല. പിന്നെ സൗണ്ട് സ്കോറും നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയാനുള്ള പൃഥ്വിരാജ് പെർഫോമൻസ്. പൃഥ്വിരാജ് ജീവിതത്തിൽ ചെയ്ത സിനിമകളിൽ ഇതുപോലൊരു ബെസ്റ്റ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും. പിന്നെ ഏറെക്കുറെ മ്യൂസിക്, പെരിയോൻ എന്ന സോങ്, അതൊക്കെ കിട്ടുന്നത് വേറൊരു ഫീലാണ്. अंदर से कोई बाहर ना जा सके. പ്രശസ്തമായ ആടുജീവിതം അഫ്രപാളികളിലെത്തി. ജനങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. നല്ലതാ. അല്ല, നല്ല സിനിമയായിരുന്നു. കണ്ടിരിക്കാന്നല്ല, നല്ലോണം അഭിനയിച്ചിട്ടൊക്കെയുണ്ട്. അതെ, നല്ല റിവ്യൂ ആണ്. നല്ലതായിരുന്നു. അതെ. വിജയിക്കും. കൊള്ളാം, നല്ലതാ. പ്രത്യേകിച്ച് സർവൈവൽ മൂവിയാണെന്ന് വിചാരിച്ച് മാത്രം വന്നാൽ മതി. അല്ലാതെ ഒരു ആക്ഷൻ പടം വിചാരിച്ച് വന്നൊന്നും കിട്ടത്തില്ല. നമ്മളെ മലയാള സിനിമാ ചരിത്രത്തിലൊരു സുവർണ ലിപികളിൽ എഴുതാൻ പറ്റുന്നൊരു ചിത്രം. അത്രേ ഉള്ളൂ. മാറ്റമൊന്നല്ല, അത് മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു രീതി. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഓസ്കാറിന് പോകാൻ പറ്റുന്നൊരു സിനിമ, വിജയിക്കാൻ പറ്റുന്നൊരു സിനിമ. ഭയങ്കര ഇമോഷണലായി. പ്രതീക്ഷയല്ല, അത് മസ്റ്റായിട്ട് കിട്ടാൻ അർഹതയുള്ളൊരു സിനിമ. നമ്മൾ ഇതുവരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സുവർണ ലിപികളിലാൽ രേഖപ്പെടുത്താൻ പറ്റുന്നൊരു ചിത്രമാണ്. വളരെ ഇമോഷണലായിരുന്നു. ഗംഭീരം, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിശ്വസനീയമാണ്. വളരെ. ഞാൻ വായിച്ചിട്ടുണ്ട്, നോവൽ വായിച്ചിട്ടുണ്ട്. നോവൽ വായിച്ചതിനൊക്കെ വളരെ ഗംഭീരമാണ്. ഏറെ ഗംഭീരമാണ്. പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ നല്ല പിക്ചറാണ് അത്. തീർച്ചയായും സമ്മതിക്കണം. ഇങ്ങനെ ഒരു തീർച്ചയായും കൊള്ളാം, സൂപ്പർ, നല്ല എക്സ്പീരിയൻസ്. നല്ല അഭിനയിച്ചിട്ടുണ്ട്. ஹாலிவுட் படம் போல இருக்கும். ஃப்ரேம்ஸ் எல்லாம், விஷுவல்ஸ் எல்லாம் ഭയങ്കര ഭംഗിയായിരിക്കും. ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട് പൃഥ്വിരാജ്. ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര വെയിറ്റ് കുറച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്ത സിനിമയാണ്. അതിന് വന്നിട്ടുണ്ട്. അതിൻ്റെ മസ്റ്റ് വാച്ച് തന്നെ, എല്ലാവരും കാണാം. സിനിമ ഭയങ്കര ഇമോഷണലാണ്. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര ഇമോഷണലാണ്. നമുക്ക് ആ നോവലിൻ്റെ ആ ഒരു ഫീലല്ല അതിൽ നിന്ന് അത്ര ഇല്ലെങ്കിലും എന്നാലും നമുക്കൊരു ഇമോഷണലി ഭയങ്കര. പൃഥ്വിരാജിൻ്റെ അഭിനയമൊക്കെ അത് ഭയങ്കര. പൃഥ്വിരാജിൻ്റെ അഭിനയം ഭയങ്കര ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് അടുത്തെന്ന് പറയുന്നത്. അത് സിനിമയിൽ അത് കാണുന്നുണ്ടോ? അതിലുണ്ട്. ഒരു സമയത്തുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അത് ബോഡിയിൽ ഭയങ്കരമായിട്ട് കാണും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണലാണ്. അത് യഥാർത്ഥത്തിൽ നടന്നതെന്നറിയുമ്പോഴുള്ള ഒരു ഇമോഷണൽ സാധനം. പിന്നെ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നല്ല അഭിപ്രായമാണ്. ഇമോഷണലാണോ സിനിമ? ഇമോഷണലാണ്, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലാണ്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈസ് സിനിമാറ്റോഗ്രഫി, രക്ഷയില്ല. പിന്നെ സൗണ്ട് സ്കോറും നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയാനുള്ള പൃഥ്വിരാജ് പെർഫോമൻസ് ഒരു രക്ഷയില്ല. അതിന് ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണല്ലോ പൃഥ്വിരാജിനെ അഭിനയിച്ചത്. അതെ, നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ലൈക്ക് ബോഡി നല്ല ട്രാൻസ്ഫോംഡ് ആയപ്പോൾ വിചാരിക്കുന്ന കാര്യം ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എന്തെങ്കിലും നെഗറ്റീവ്സ് പറയാനുണ്ടോ? നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ എല്ലാവരെയും കപ്പ് ഓഫ് ടീ അല്ല, കുറച്ച് ലാഗ് ഉണ്ട്. അപ്പോൾ ആ ലാഗ് പ്രതീക്ഷിച്ച് വന്നാൽ മതി. പക്ഷേ ഓർത്താണ് പടം, പക്ക ഓർത്താണ്. അല്ല, പൃഥ്വിരാജ് ഇപ്പം ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ നോവലൊക്കെ നമ്മൾ എല്ലാവരും ഒരുവിധം നമുക്കൊക്കെ അതിൻ്റെ ഒരു ഐഡിയൽ സാധനമുണ്ട്. അതായത് പ്രെഡിക്റ്റബിൾ എന്നൊരു സാധനം ഉണ്ടല്ലോ, ഇതാണ് സ്റ്റോറി എന്നുള്ളത്. അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ ഈ സാധനത്തിന് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ പൊന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓഡി 6-ലാണ് കയറിയത്. എനിക്ക് കുറച്ചുകൂടെ വലിയ തിയേറ്ററിലിരുന്ന് ഇതിനെ നന്നായിട്ട് വേണമെന്നും കൂടെ ഉണ്ടായിരുന്നു. ഓഡി 6 കുറച്ചുകൂടെ ചെറിയ തിയേറ്ററാണ്, പക്ഷേ കുറച്ചുകൂടെ വലുതായിട്ടും കൂടെ കാണാം. എനിക്ക് ഇപ്പോഴും ആ മൈൻഡിൽ നിന്ന് ഈ 16 വർഷം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, സത്യമായിട്ടും എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബെസ്റ്റായിട്ട് അതുണ്ട്. അത് പൃഥ്വിരാജിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, പൃഥ്വിരാജിൻ്റെ അഭിനയമായിക്കോട്ടെ. അഭിനയം തന്നെ, അത് അഭിനയമൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അയാൾ ഇതിനകത്ത് ജീവിക്കുകയായിരുന്നു.
കാരണം ഇത്രയും ഭയങ്കര പ്രിവിലേജ് സംഭവം അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ കുറേ പൃഥ്വിരാജിനെ പറയുമെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ പൃഥ്വിരാജിനെ പല രീതികളിൽ സംസാരിക്കും, പൃഥ്വിരാജിൻ്റെ മാനറിസങ്ങൾ പല രീതികൾ. പക്ഷെ അതൊന്നും അല്ല പൃഥ്വിരാജ്. ഈ സിനിമയ്ക്കകത്ത് നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ, റിയൽ നജീബ് ക്യാരക്ടർ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് അത് വേറൊരു എക്സ്ട്രീം ലെവലിൽ എനിക്ക് തോന്നണില്ല കേട്ടോ. പൃഥ്വിരാജ് ജീവിതത്തിൽ ചെയ്ത സിനിമകളിൽ ഇതുപോലൊരു ബെസ്റ്റ്. അയാൾ അത് പറയുമ്പോഴത്തേക്കും ചുമ്മാ സിനിമ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കുമെന്നായിരിക്കും നമ്മൾ മുമ്പേ ചിന്തിക്കുക. പക്ഷെ ആക്ച്വലി ഈ സിനിമ ഇരുത്തി അവിടെ കുറേ നേരം ഇരിക്കുമായിരുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. കാരണം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്താ ഇവിടെ ഇപ്പോൾ സംഭവിച്ചതെന്ന്. അത്രയ്ക്ക് ഒരു സീക്വൻസ് നമ്മളെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. താങ്ക് യു. ബ്ലെസ്സിയുടെ സിനിമയാണ് ആടുജീവിതം. ഷോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആടുജീവിതം നജീബിക്കയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോറി അറിയാമെന്നുള്ളതൊരു കുഴപ്പമല്ല. നമ്മൾ സിനിമയായിട്ട് 100% മുഴുകിപ്പോവും. സിനിമ തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും. പിന്നെ എ റഹ്മാൻ്റെ മ്യൂസിക്, പെരിയോനെന്ന സോങ്, അതൊക്കെ കിട്ടുന്നത് വേറൊരു ഫീലാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം, അയ്യോ അത് എടുത്തു പറയാൻ നമുക്ക് മലയാളത്തിനൊരു മുതൽക്കൂട്ടാണ് പൃഥ്വിരാജ്. ആ രീതിയിൽ ഡെഡിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പുള്ളിയുടെ അതിനകത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ പൊന്നു ആ രീതി ചെയ്തു വെച്ചേക്കണത്. പുള്ളി മെലിഞ്ഞുണങ്ങി. കാരണം അത്രയ്ക്ക് 10% പൃഥ്വിരാജിന് ചെയ്യാൻ പറ്റുന്ന 100% ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമ ആടുജീവിതം സിനിമ, ഈ നോവലിന് ആസ്പദമായ സിനിമ ഇതിൽ നന്നായിട്ട് ഒരിക്കലെടുക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എ റഹ്മാൻ്റെ മ്യൂസിക്, ആ മ്യൂസിക് സിനിമയുടെ വേറൊരു ലെവലിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഫീല് കിട്ടും. തിയേറ്ററിൽ ഇരിക്കും നമ്മളും ആ സിനിമയോടൊപ്പം ഒഴുകി പോവാണ്. നമ്മളും മരുഭൂമിയിലാണ്, നമ്മളും വെള്ളത്തിന് വേണ്ടി കൊതിക്കുവാണ്, നമ്മുടെ തൊണ്ടയും വറ്റുവാണ്. അങ്ങനത്തെ ഒരു ഫീല് ഉണ്ടാക്കി തരാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ ബ്ലെസ്സിയോട് നമുക്കൊരു പ്രത്യേക ട്രിബ്യൂട്ടാണ്. കാരണം അദ്ദേഹം നല്ല രീതിയിൽ നല്ല ക്ലാസ്സായിട്ട് ഈ സിനിമ ചെയ്യാൻ പറ്റേണ്ട രീതിയിൽ ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല, അതുപോലെ ബ്ലെസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആടുജീവിതവും നജീബും ഫേമസ് ആവുകയാണ്. പൃഥ്വിരാജിൻ്റെ കരിയറിലെ മികച്ച ചിത്രമെന്ന് ജനാഭിപ്രായം. വരും ദിവസങ്ങളിൽ സിനിമയെക്കുറിച്ചുള്ള കൂടുതലറിയാം.